ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് സത്യമായും സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് സത്യമായും സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് സത്യമായും സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വചനം നമ്മൾ പറയാറില്ല. ഉയർപ്പ് തിരുനാളിൽ നമുക്ക് ഉണ്ട് കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. പക്ഷേ സ്വർഗാരോഹണം എന്ന തിരുനാൾ നമ്മൾ ആഘോഷിക്കാറില്ല. അത് വരുന്നതും പോകുന്നതും പോലും നമ്മൾ അറിയുന്നില്ല. ഒരിക്കലൊരു ഇടവകയിൽ പൊതുയോഗത്തിലെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ പറഞ്ഞു, നമുക്ക് ഒരു തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണം. ഉടനെ പൊതുയോഗ അംഗത്തിലെ അംഗങ്ങൾ ഓരോരുത്തർ പറയാൻ തുടങ്ങി, ഇവിടെ സകല പുണ്യവാളന്മാരുടെ തിരുനാളുണ്ട്, എന്തുമാത്രം തിരുനാളുകൾ, ഇനി ഒരു തിരുനാളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഒരു പുണ്യവാളന്റെയും തിരുനാളല്ല, കർത്താവ് മിശിഹായുടെ തിരുനാളാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ, ഉയർപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലെ ഈശോ മിശിഹായുടെ തിരുനാൾ. അതെന്ത് തിരുനാളാച്ചു? വികാരിച്ചൻ വീണ്ടും പറഞ്ഞു, ഈ തിരുനാളിന് പടക്കവും പൊട്ടിക്കണ്ട, ഊട്ടുനേർച്ചയും നടത്തണ്ട, ദീപാലങ്കാരവും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ കർത്താവ് മിശിഹായുടെ ഒരു തിരുനാൾ. അതേതാണ് അച്ചു എന്ന് ചോദിച്ചപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, അതാണ് സ്വർഗാരോഹണ തിരുനാൾ. ഓ, അപ്പൊ അച്ചോ, ഓഗസ്റ്റ് 15-ാം തീയതി അല്ലേ ഇത് നമ്മൾ ആഘോഷിക്കുന്നത്? വികാരിച്ചൻ പറഞ്ഞു, ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ് ആഘോഷിക്കുന്നത്. 15 ദിവസം നോമ്പെടുത്തുകൊണ്ട് ബന്ധക്കുസ്താ തിരുനാളിന് ഒരുക്കമായി നോവേന ചൊല്ലി നമ്മൾ ബന്ധക്കുസ്താ തിരുനാൾ കുറച്ചൊക്കെ ആഘോഷിക്കാറുണ്ട്. പക്ഷേ സ്വർഗാരോഹണ തിരുനാൾ അത് നമ്മൾ ആഘോഷിക്കാറില്ല. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം 40-ാം ദിവസം സ്വർഗാരോഹണം നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ സുറമലബാർ കുർബാനയുടെ കലണ്ടറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വർഗാരോഹണ തിരുനാൾ കടമുള്ള ദിവസമാണ്. പക്ഷേ വ്യാഴാഴ്ച ആയതുകൊണ്ട് അത് കടന്നു പോവുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ 15 ദിവസത്തെ നോമ്പെടുത്ത് നമ്മൾ വളരെ ആഘോഷമായിട്ട് നടത്തുന്നു. പക്ഷേ സ്വർഗാരോഹണ തിരുനാളോ നടത്തുന്നുമില്ല. അത് ശരിയാണോ? പടക്കങ്ങളും ദീപാലങ്കാരങ്ങളും ഊട്ടുനേർച്ചയും ഒക്കെ ഇല്ലാതെ തന്നെ ഒരു ആഘോഷമായ ഞായറാഴ്ചയായിട്ട് പോലും പോലെ ഒരു ആഘോഷമായ ഞായറാഴ്ച പോലെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുക. ഇടദിവസമായതുകൊണ്ട് രാവിലെ 2 കുർബാനയും വൈകിട്ട് ഒരു കുർബാനയും കൂടി വെക്കുക. എല്ലാം ആഘോഷമായ പാട്ട് കുർബാന. അതിന് വലിയ കൊയറൊന്നും വേണ്ട, ഇല്ലേലും കുഴപ്പമില്ല. ജനങ്ങളങ്ങ് ഒരുമിച്ച് അങ്ങ് പാട്ട് പാടിയാൽ മതി. അങ്ങനെ ഒരു സ്വർഗാരോഹണ തിരുനാൾ. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല അച്ഛൻ ഇപ്പൊ ഇതിങ്ങനെ തോന്നാൻ കാര്യം എന്താ? ഇതൊക്കെ പഴയ കാര്യമല്ലേ? അച്ഛൻ പറഞ്ഞു, ഇതൊക്കെ പഴയ കാര്യം എന്ന് പറയുന്നത് ക്രിസ്മസ് പഴയ കാര്യമല്ലേ? ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും ഓർത്തുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ചയും പഴയതല്ലേ? ഉയർപ്പ് തിരുനാളും പഴയതല്ലേ? അതുപോലെ തന്നെയല്ലേ സ്വർഗാരോഹണം? എന്തുകൊണ്ട് അത് ആഘോഷിക്കപ്പെടുന്നില്ല എന്നുള്ളതിന് വേണമെങ്കിൽ ഒരു കാരണം പറയാം. അതായത് ഏത് തിരുനാൾ ആഘോഷിച്ചാലും ശരി, ഏത് പുണ്യവാളന്റെ തിരുനാളായാലും ശരി, ഏറ്റവും വലിയ ആഘോഷം ഏതാ? പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നതോ സ്വർഗാരോഹണത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ്. സ്വർഗാരോഹണം ചെയ്ത ഈശോയുടെ ജനനത്തെയും ജീവിതത്തെയും പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയുമാണ് നമ്മൾ അനുസ്മരിച്ച് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുർബാനകളും സ്വർഗാരോഹണത്തിന്റെ തിരുനാളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സ്വർഗാരോഹണം ഇല്ലെങ്കിൽ പരിശുദ്ധ കുർബാന ഉണ്ടാകില്ല എന്ന് ഞാൻ പറയും. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വരെന്ന ഈശോയുടെ കൽപ്പനയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിലും
ഈശോ മിശിഹായുടെ ജനനവും ജീവിതവും പീഡാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും ഒക്കെ സ്വർഗത്തിലെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളായതുകൊണ്ടാണ് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്വർഗാരോഹണം എന്ന് പറയുന്നത് ഈശോയുടെ ജനനത്തെക്കാളും ജീവിതത്തെക്കാളും പീഡാനുഭവത്തെക്കാളും മരണത്തെക്കാളും ഉത്ഥാനത്തെക്കാളും ഒരു പരിധി വരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ കുർബാനയെ ഇങ്ങനെ സ്വർഗത്തിന്റെ മുന്നാസ്വാദനമായിട്ടും സ്വർഗീയ ആരാധനയായിട്ടും മധുബഹ സ്വർഗത്തിന്റെ പ്രതീകമായിട്ടും ഒക്കെ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? സ്വർഗവും നരകവും ഒക്കെ ഇവിടെയാണെന്നല്ലേ ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള ആ ബോധം നഷ്ടപ്പെട്ടു കിടക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വർഗാരോഹണ തിരുനാളിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ആഘോഷിച്ച് മതിയാകൂ എന്ന് തോന്നുകയാണ്. സ്വർഗാരോഹണ തിരുനാള് ആഘോഷിക്കാതിരുന്നതിന് മറ്റൊരു കാരണം തന്നെ പറയാൻ സാധിക്കുന്നത്, മിക്കവാറും നമ്മുടെയൊക്കെ വീടുകളിൽ ആരെങ്കിലും മരിച്ചാൽ 41 ആഘോഷിക്കാറുണ്ട്. എന്താ ഈ 41 ആഘോഷിക്കുന്നതിന്റെ അർത്ഥം? കർത്താവിന്റെ സ്വർഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസം ആഘോഷിക്കുക എന്നുള്ളതല്ല. അക്രൈസ്തവ വിഭാഗത്തിലുള്ളവരെ അനുകരിച്ചുകൊണ്ട് 30 ആഘോഷിക്കാനൊക്കെ ചിലർ ശ്രമിക്കുന്നുണ്ട്. തെറ്റാണ്. നമ്മുടെ കർത്താവ് 40 ദിവസം ഉത്ഥാനത്തിന് ശേഷം ഇവിടെ ആയി 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പരമ്പരാഗതമായി ഒരു വ്യക്തി കുടുംബത്തിൽ മരിച്ചു പോയാൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു. മിക്കവാറും നമ്മൾ ഇറച്ചി ഉപേക്ഷിക്കുന്നു, ചെറിയൊരു ത്യാഗം. അങ്ങനെ 41-ാം ദിവസം നമ്മൾ ആ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ആത്മാവ് 41-ാം ദിവസം സ്വർഗത്തിൽ പോയോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ അവിടെ ആ കർത്താവ് ശമിശിഹായുടെ സ്വർഗാരോഹണ രഹസ്യം ആഘോഷിക്കപ്പെടുകയാണ്. പക്ഷെ ഇതാർക്കറിയാം? അതുകൊണ്ടാണ് സ്വർഗാരോഹണത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് 41 ആഘോഷിക്കുന്നത് എന്ന് പോലും പലർക്കും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാകാം ഒരു പക്ഷേ സ്വർഗാരോഹണം ആഘോഷിക്കപ്പെടുന്ന ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് കൈവിട്ടു പോയത്. മാത്രമല്ല, സ്വർഗാരോഹണ വേളയിൽ ഈശോ പറഞ്ഞ ഈശോയുടെ കൽപ്പന അതും നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. കാരണം അത് മറന്നുപോയി. സ്വർഗാരോഹണ വേളയിൽ ഈശോ പറഞ്ഞ ഒരു കൽപ്പന എന്തായിരുന്നു? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പറയും. ലോകമെങ്ങും പോയി സുവിശേഷം പറയുന്നു എന്ന് പറയുമ്പോൾ പലരുടെ വിചാരം വചനം കൊടുത്താൽ മതി എന്നുള്ളതാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ അച്ചടിക്കപ്പെട്ട ആ വചനം മാത്രമാണ്. അല്ല. എന്താ സുവിശേഷം? ഇന്നും ദൈവം നമുക്ക് വേണ്ടി ജനിക്കുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി മരിക്കുന്നു, ഉദ്ധാനം ചെയ്യുന്നു. അതാണ് സദ്വാർത്ത. ആ സദ്വാർത്തയാണ് നമ്മൾ പറയേണ്ടത്. വചനം മാത്രം പറഞ്ഞാൽ പോരാ. പരിശുദ്ധ കുർബാനയിലേക്ക്, സഭയിലേക്ക് വിശ്വാസികളെ കൊണ്ടുവരണം. പരിശുദ്ധ കുർബാനയിലേക്ക്, സഭയിലേക്ക് വരാത്ത സുവിശേഷ പ്രഘോഷണം അപൂർണമാണെന്ന് ഞാൻ പറയും. മാത്രമല്ല, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ കർത്താവ് തന്നെ പിന്നെ പറയുന്നുണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദിസ നൽകുക. സുവിശേഷം പറഞ്ഞാൽ പോലെ മാമോദിസ നൽകണം. അവിടെ മാമോദിസ നൽകുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഏതെങ്കിലും പുഴയിലോ അല്ലെങ്കിൽ അല്പം വെള്ളം കോരി ഒഴിക്കുന്ന കാര്യമല്ല പറയുന്നത്. കൗദാശിക ജീവിതത്തിലേക്ക് വരിക എന്നാണ് അതിന്റെ അർത്ഥം. സഭയിലേക്ക് വരിക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മാമോദിസ നൽകുക എന്നുള്ളതിലൂടെ ഈശോ പറയുന്നത് സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരെയും കൗദാശിക ജീവിതത്തിലേക്കും സഭാത്മക ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമാകാൻ സാധിക്കും. ഈശോ സ്വർഗാരോഹണ വേളയിൽ എന്താ പറഞ്ഞത്? ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. എന്താണ് ഈ ലോകാവസാനം വരെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ലോകത്തിന്റെ ആരംഭം മുതൽ ദൈവം കല്ലിലും ഉള്ളിലുമുണ്ട്, ഓരോ വ്യക്തിയിലുമുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ഈശോ പറയുന്നത്. ആ സാന്നിധ്യത്തിലപ്പുറം തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങളിലൂടെ
ഒരു കൗതാശികമായ സാന്നിധ്യം ദൈവം ഇവിടെ നൽകുന്നുണ്ട്. അത് ഏറ്റവും വ്യക്തമായ ഉദാഹരണം, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ ഈശോ തിരുവോസ്തിയിലൂടെ നമ്മളോടൊത്ത് വസിക്കുന്നു. അതുപോലെ ഓരോ കൂദാശയിലൂടെ, തെളിക്കപ്പെടുന്ന ഹന്നാൻ വെള്ളത്തിലൂടെ ഈശോ നമ്മോടൊത്ത് വസിക്കുകയാണ്. പുരോഹിതന്റെ ആശീർവാദത്തിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളോടുകൂടി ആയിരിക്കുന്നു. അല്ലാതെ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്നുള്ളത് പൊതുവായ ഒരു സാന്നിധ്യത്തിന്റെ വാഗ്ദാനമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ പോരാ. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, നിങ്ങൾ സുവിശേഷം പറയും, ലോകമെങ്ങും പോയി സുവിശേഷം പറയും. ലോകമെങ്ങും പോയി പറയുന്ന സുവിശേഷത്തിന് ജീവൻ കൊടുത്തത് എന്താണ്? ഈശോയുടെ ജനന ജീവിത, പീഡാനുഭവം, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ രഹസ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിലൂടെയാണ്. ആ വചനത്തിന് ശക്തി ഉണ്ടായത് ഈശോ അത് ജീവിച്ചു എന്നുള്ളതാണ്, അല്ല ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വർഗാരോഹണത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സ്വർഗാരോഹണം എല്ലാ ഇടവകളിലും ആഘോഷിക്കപ്പെടുവാൻ ഇടയാകട്ടെ. വേണമെങ്കിൽ സ്വർഗാരോഹണ ആഘോഷത്തിന് അല്പം ഒരു ബാഹ്യമായ ആഘോഷം നൽകാൻ ഒരു ചെറിയ കാര്യം. കുർബാന കഴിയുമ്പോൾ സാധിക്കുന്നവരൊക്കെ മുകളിലേക്ക് പറന്നു പോകുന്ന ഒരു ബലൂൺ കൈപ്പിടിക്കട്ടെ. ആ ബലൂൺ ആകാശത്തിലേക്ക് പോകുന്നത് കാണട്ടെ. അതൊരു പ്രതീകാത്മകമായ പ്രവൃത്തിയാണ്. എന്താ? ഈശോ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത്. അത് ആവശ്യമായ ഒരു യാഥാർത്ഥ്യമല്ല എങ്കിലും വേണമെങ്കിൽ അത് ചെയ്യാവുന്ന സാധിക്കും. നമ്മൾ സാധാരണ ചെയ്യാത്തൊരു കാര്യമാണ്. അങ്ങനെ മാതാവിന്റെ സ്വർഗാരോപണത്തെക്കാൾ ഉന്നതമാണ് കർത്താവ് ശിവശിയുടെ സ്വർഗാരോഹണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുണ്യവാളന്മാരുടെ തിരുനാളിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് ഈശോമിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനാക്രമത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, കടമുള്ള ദിവസമായി നിൽക്കുന്ന സ്വർഗാരോഹണത്തെ ആഘോഷിക്കുവാനും സ്വർഗോന്മുഖമായിട്ട് ജീവിക്കുവാനുള്ളതായ പ്രചോദനവും ശക്തിയും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.